മിസ് ജെനി ആൻഡ് രൂപേഷ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വേഗം പോയിട്ട് വേഗം തന്നെ വരാം. പ്ലീസ്. ആ അതിനെന്താ, ധ്രുവ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. പിന്നെ കൂട്ടിൻ്റെ രൂപേഷ് ഉണ്ടല്ലോ. ധ്രുവ, ഞാൻ കൂട്ടിലിരുന്നോളാം. പോയി സാവധാനം വന്നാൽ മതി, ധൃതി ഒന്നും പിടിക്കണ്ട. അല്ലേ മിസ് ജെനി? ഓക്കെ, എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ പറഞ്ഞേക്കട്ടോ. ഓക്കെ, ഞാൻ പറയാം. ബായ്. എന്താ മിസ്റ്റർ ജെനി, മാഡത്തിന് പോവാറായിട്ടേ? മാഡത്തിന് മീറ്റിംഗ് കഴിഞ്ഞല്ലോ. രൂപേഷ് എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണല്ലേ? പിന്നെന്താ തനിക്ക് എന്നോട് വിരോധമുള്ള പോലെ? ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കണ്ടതെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടമായില്ല. പിന്നെ താനിവിടെ ബിസിനസ് പാർട്ട്ണർ ആവാനാ വന്നിരിക്കുന്നത്, അത് ധ്രുവയുടെ പാർട്ട്ണർ ആവാനായിട്ടാണോ? ആ മോഹങ്ങാനും മനസ്സിലുണ്ടെങ്കിൽ പൊന്നുമോൾ അത് മാറ്റി വെച്ചേക്ക്. എൻ്റെ കയ്യിലുള്ള ഒരു വസ്തു അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരാൾക്ക് പോലും ഞാൻ തൊടാൻ പോലും അനുവദിക്കില്ല. ചെറുപ്പത്തിലൊരു തന്നെ എൻ്റെ കളിപ്പാട്ടെടുത്തൊന്ന് കളിച്ച് അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം കയറി വന്നു. ആ സ്പോട്ടിൽ തന്നെ ഒരു കൊല്ലെടുത്തോണ്ട് തലർന്ന് പൊട്ടിച്ചാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ധ്രുവയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, എന്തും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? നീ ചെറുപ്പത്തിൽ പലതും ചെയ്യുന്ന വെച്ചിട്ട് നിന്നെ ഞാൻ പേടിക്കണമെന്നുണ്ടോ? ധ്രുവ എൻ്റെ നിർത്തണേ. ഇനി ധ്രുവയുടെ പേരെങ്ങനെ നിന്റെ വായിന് നാവ് വന്നോ, ആ നാവങ്ങ് പേരെറിയും ഞാൻ. നിന്നെ ഈ ഭാഗത്ത് ഞാൻ കണ്ടു തീർത്തു. ബിസിനസ് പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ധ്രുവയുടെ അടുക്കൽ നീ ശ്രമിച്ച നിന്റെ കുടുംബത്തെ മൊത്തം ഞാൻ കുഴന്തുകൊണ്ട് ഇറങ്ങിപ്പൊടി. നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയിച്ചു തരടാ. ഇപ്പൊ ഞാൻ പോവാ, വരെ ഞാൻ വീണ്ടും. ആ ധ്രുവ, ആ ജെനി എവിടെ? അറിയില്ല, എന്തോ ഫോൺ കോൾ വന്നപ്പോൾ വേഗം ഓടി പോകുന്ന കണ്ടായിരുന്നു. എന്താ അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞത്. മീറ്റിംഗ് കഴിഞ്ഞോ? ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നീ എന്താ ഇവിടെ വന്നത് ഈ നേരത്തെ? എനിക്കിവിടെ വരാൻ പാടില്ലേ? എനിക്കിവിടെ വരണം തോന്നി, ഞാൻ വന്നു. അതിനിപ്പോൾ എന്താ ധ്രുവ? നീ വിട്ടേനെ. എന്താ നീ കളിക്കുകയാണോ? നീ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പൊട്ടനൊന്നുമല്ല. അവന്മാരെ വിളിച്ചിട്ടില്ല നീ വന്നത്. കാരണം ജെനി അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? രൂപേഷ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ടെന്ന്. ഇപ്പം നിനക്ക് പഠിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നീ കോളേജിൽ ഉണ്ടാവേണ്ടതാ. ആ കോളേജ് കട്ട് ചെയ്തിട്ട് നീ ഇപ്പോൾ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അതും ആവശ്യമില്ലാത്ത ഓരോ കാരണങ്ങൾക്ക് വേണ്ടി. വാട്ട് യു മീൻ മിസ്റ്റർ ധ്രുവ? എനിക്ക് ആവശ്യമുള്ള കാര്യം അത്, മനസ്സിലായോ? ആ വിട്. എന്ത് കാണിക്കുന്നത് രൂപേഷ്? വിടരോ രൂപേഷ്, വിടാൻ വിടുന്നില്ല. ഇത് നിനക്കുള്ള പണിഷ്മെന്റാ ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചതിന്. രൂപേഷ് ബേബി, ഷട്ട് അപ്പ്. ഐ എം നോട്ട് യുവർ ബേബി. ഡോണ്ട് കോൾ മീ ദാറ്റ്. യു ആർ മൈ ബേബി ആൻഡ് ഐ എം യുവർ ഡാഡി. അണ്ടർസ്റ്റാൻഡ്? ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. ഒരുത്തിയും, ഏതവനായാലും ഏതവളായാലും ധ്രുവയുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അനുവദിക്കില്ല. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ധ്രുവ? പേടിച്ചു പോയോ? ചുമ്മാ. എന്നാ ചുമ്മാ അല്ല ബേബി. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ ഈ പണിഷ്മെൻറ്റിൽ ഒതുക്കില്ല ഞാൻ. കുറച്ച് ഹാർഡായി തീരും എൻ്റെ ബേബിക്കത്. ഇനി അനുവാദത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നില്ല. യു ആർ മൈ ബോയ് ഫ്രണ്ട്. ബേബി റെസ്റ്റ് എടുക്ക്. ഞാൻ പോകുന്നു. ബൈ. ലവ് യു ഡിയർ. ധ്രുവ, എടാ എന്തു പറ്റി? നീ എന്താ ഡള്ളായിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ നിൻ്റെ അടുത്ത് ചോദിക്കുന്നേ. അല്ല, ജെനി എവിടെ? അതുപോലെ രൂപേഷ് എവിടെ? അവരെവിടെയെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോ? നിനക്കറിയില്ല? ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോവാനോ? എടാ അത് ഞാൻ എന്ത് ചെയ്തു? നീ ഇപ്പം നിന്നെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? എടാ എന്താ ഉണ്ടായത്? നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഗെറ്റ് ഓഫ് അമിയോ. ഓ, എൻ്റെ നെഞ്ഞത്തോട്ട് കയറണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തും പറഞ്ഞു വെച്ചിട്ട് അത് എൻ്റെ നേർക്ക് തീർക്കുന്നോ? ഞാൻ പോവന്നെയാ. എന്തൊരു കഷ്ടം അത്. വന്ന എന്നെ വേണം പറയാൻ. ഓ, എന്നാടാ പതിയെ ഡോർ അടയ്ക്കടാ. അതേ ഇക്രു, എന്താ സംഭവിച്ചത്? നീ എന്താ ഇങ്ങനെ? എന്താ സംഭവിച്ചതെന്നോ? എല്ലാം സംഭവിച്ചു, അത്ര തന്നെ. ആ
രൂപേഷ് അവൻ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ആ ദേഷ്യം മുഴുവൻ ഇവൻ എന്നോടാ തീർത്തത്. ഏ ആ രൂപേഷ് പോകുന്ന സമയത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ എന്നെ നോക്കിയ നോട്ടം കണ്ടിട്ട് ഞാൻ ദഹിച്ചു പോയി. നീ എന്നാന്ന് മുന്നൊന്നും പറയണ്ടേ, ഞാൻ പോയിട്ട് ഈ മേടിക്കുമായിരുന്നു. അവൻ അവിടെ കരിമരുന്ന് തിരികെ വെച്ച് ഞാൻ ചെന്നപ്പോഴത് പൊട്ടിത്തെറിച്ച്. ഓ സാരമില്ലടാ. എന്നാൽ എന്താ ഉണ്ടായെന്ന് നിനക്ക് അവൻ്റെ അടുത്ത് ഒന്നും കൂടി ഒന്ന് വിശദമായിട്ടൊന്ന് ചോദിക്കാറുന്നല്ലേ. ഇവിടെ പുല്ല് എവിടുന്ന് നിനക്ക് ഇത്ര വിശദമായിട്ട് അറിയുകയെ. നീ അങ്ങ് ചെന്ന് മേടിച്ചോ, അതിന് എന്നെ എടുക്കണ്ട. ഞാനിന്ന് അവരെ കണി കണ്ടേന്നാവോ നാശം. അല്ല, നിങ്ങൾ രണ്ടുപേരും ആരോടുള്ള ഈ പ്രതിഷേധമായി ഈ ഫുഡിനോട് ഇങ്ങനെ ഇരുന്ന് തീർക്കുന്നത്? രണ്ടാളും വന്നപ്പോൾ പോലും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മേ. അമ്മയുടെ മോൻ ധ്രുവേ 18 കഴിഞ്ഞ് 28 നിൽക്കുന്ന ഒരു ചെറുക്കനാ. ഇനി എങ്ങോട്ടാ? എനിക്ക് ചില നിമിത്തങ്ങൾ കാണുന്നുണ്ട് അങ്ങേർക്ക് കല്യാണപ്രായമായി എന്നുള്ളത്. അതുകൊണ്ട് വേഗം എനിക്ക് അങ്ങേരെ അങ്ങ് കെട്ടിച്ചു തന്നേക്ക്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അതെന്താ നിമിത്താടാ? ആഹാ, നിനക്കങ്ങനെ നിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. എന്നാ എൻ്റെ മോൻ്റെ കല്യാണം വേഗം തന്നെ നടത്താം. നിന്റെ കയ്യിൽ ഇവനെ പിടിച്ചു തരുന്നതിന് എനിക്കൊരു വിരോധമില്ല, അല്ലേ ധ്രുവ? അതെടെ ധ്രുവ മോനെ, നീ ഒന്ന് മൂളി തന്നാൽ മാത്രം മതി. മണ്ടം മുതൽ നിങ്ങളുടെ റിങ് വരെ ഞാൻ റെഡിയാക്കി തരാൻ വേഗം. എന്തു പറയുന്നു? യെസ് അല്ലേ ബേബി? എനിക്ക് മതി, ഞാൻ പോവാ. എടെ ധ്രുവ, ആ ഇവനിതെന്ത് പറ്റി? ഇവനെന്താ ദേഷ്യം പിടിച്ച് പോയത്? ഇഷ്ടമല്ലേ? അത് ഞാൻ ആ നിമിത്തം കണ്ടപ്പോഴേ ചെറിയൊരു പരിഹാരം അതിന് ചെയ്തിരുന്നു, അതാ. പരിഹാരം? എടാ, നീ എന്റെ ചെറുക്കിന് വല്ലതും ചെയ്തോടാ? എന്താ അമ്മ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. അത് ഇത്രയധികം പേടിക്കുന്നത് ഞാൻ അങ്ങ് കരുതിയില്ല. ബേബി, അവൻ ദേഷ്യം പിടിച്ചിട്ടാ പോയത്, അല്ലാതെ പേടിച്ചിട്ടല്ല. സത്യം പറഞ്ഞോ, എന്താ നീ ചെയ്തു വെച്ചത്? നീ സെറ്റാവുന്നതിന് മുമ്പ് ബ്രേക്കപ്പ് ആവാനാണോ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ മോനെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ദേഷ്യം പിടിച്ച് എവിടം വരെ പോവും? കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് എന്നോട്. അത് വിട്ടേക്ക്, അത് ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ ബ്രേക്കപ്പ്, അത് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്. എൻ്റെ ബേബി, നീ എന്തിനാ അവനങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് നീ എന്തിനാ? ഓ മതി മതി, അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അവൻ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? നീ ഇനി അതിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ ചെല്ല്. ഓ താങ്ക് യു അച്ഛാ. അതേ, എൻ്റെ പൊന്നാര അമ്മ അച്ഛനും കൂടി ഇവിടെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കെ. ഞാൻ എൻ്റെ ബേബിയെ പോയി നോക്കട്ടെ. സൊല്ലാൻ പറഞ്ഞപ്പോഴേക്കും സൊള്ളി തുടങ്ങിയോ? ഹലോ, സൊള്ളുന്നൊക്കെ കൊള്ളാം. ഭാവിയിൽ ഞങ്ങൾക്കൊരു അനിയനെ അനിയത്തിയെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത് കുരുത്തക്കെട്ടവനെ? നാവിന് ലൈസൻസ് ഇല്ലേ ഇവനെ? ഇനി ഇവിടെ നിന്ന് പണിയോ? ബേബി, ഞാനിതാ വരുന്നു. ബായ്. ഞാൻ പറഞ്ഞു മറക്കല്ലേ. അവിടെ നിക്കട അവിടെ. ഇന്ന് നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഒടിച്ചിരിക്കും. അവൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങള്? അവൻ പറഞ്ഞിട്ട് തെറ്റെന്താ? നമുക്കൊന്നും കൂടി നോക്കിയാൽ. കിളവനായി. എന്നിട്ട് അങ്ങേരോടൊരു മോഹം കണ്ടതേ. ഇന്ന് ഞാൻ നിങ്ങളെ. ഹായ് ആർമി, ഹായ് ഫ്രണ്ട്സ്. ഷോർട്ട് വീഡിയോ ആണെന്നറിയാം. 9 മിനിറ്റേ ഉള്ളൂ. കാരണം ഇവിടെ മഴയുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ. ഞാൻ 8 മിനിറ്റ് ആയാലും ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ, കുറവാണെങ്കിലും ലെന്ത് കുറവാണെങ്കിലും. പിന്നെ ഗൈസ്, ഞാനൊരു ഷോർട്ട് സ്റ്റോറി ചെയ്യുന്നുണ്ടല്ലോ, ഐ നീഡി ബദറല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റോറി ഞാൻ ലെങ്ത് കൂട്ടി ചെയ്യണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ ഷോർട്ടിൽ തന്നെ ചെയ്യണോ? ഞാനതിപ്പോൾ 2 എപ്പിസോഡായിട്ട് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഞാൻ ലെങ്താക്കി ഇടാം കേട്ടോ.